ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളിൽ ചിലർ ചോദിച്ച 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 8-9 മാസമുള്ള കുട്ടിക്ക് എത്ര മുട്ട കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് മുട്ട എന്ന് പറയുമ്പോൾ മെയിൻലി പ്രോട്ടീനാണ്. അതിൻ്റെ എഗ് വൈറ്റ് എല്ലാം പ്രോട്ടീനാണ്. പിന്നെ ഉള്ളിൽ കുറച്ചുകൂടി ഫാറ്റാണ്. പിന്നെ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ അതിലുണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ടയിലെ പ്രോട്ടീൻ ദ ബെസ്റ്റ് പ്രോട്ടീനാണ്. കുട്ടികൾക്ക് ഗ്രോത്തിന് വേണ്ടതും അതാണല്ലോ. അപ്പം നമ്മൾ പതുക്കെ മുട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മഞ്ഞ സ്റ്റാർട്ട് ചെയ്യുക, ദഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം സ്റ്റാർട്ട് ചെയ്യുക. ചില കുട്ടികൾക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇഷ്ടമാണെന്നില്ല, അതിനൊരു സ്മെല്ലുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം, പൊരിച്ചു കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഓരോ ഐറ്റംസ് മാറ്റി മാറ്റി കൊടുത്തു നോക്കാം. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഉള്ളിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എപ്പോഴും സംശയം ഉണ്ടാവുക എത്ര മുട്ട കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നൊക്കെ തന്നെ കൊടുത്താൽ മതി. ബിക്കോസ് നമ്മൾ ഈ സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 3 മുട്ടയൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരില്ല. ബാക്കി എല്ലാം വേണം. പിന്നെ ഈ മുട്ടയൊക്കെ കഴിച്ചാൽ കുറച്ച് ഹെവി ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം മാക്സിമം നിങ്ങൾ ഒരു മുട്ട ഒരു ദിവസം എന്ന് വെച്ച് കൊടുക്കും. ദിവസം മുട്ട കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഗ്രോയിങ് ഏജ് ആണ് കുട്ടികളുടെ, ദിവസവും കൊടുക്കാൻ പറ്റും. ചിലർ ചോദിക്കും കാടമുട്ട കൊടുക്കാവോ എന്ന്. കാടമുട്ടയും വേണമെങ്കിൽ കൊടുക്കാം, അത് വേണമെങ്കിലെല്ലാം കൊടുക്കാം, നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ സംശയം നിങ്ങൾക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് ഇപ്പം വയറുവേദന, ഗ്യാസ് ഒക്കെ കുഞ്ഞു മക്കൾക്ക് വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു മരുന്നുണ്ടല്ലോ, പണ്ട് തൊട്ടേ നമ്മൾ പാരൻസ് കൊടുക്കുന്നത്, ആ മരുന്ന് വാങ്ങി നമുക്ക് കൊടുക്കാമോ എന്നുള്ളതാണ് ഒരാളുടെ ഡൗട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറലി അത് റെക്കമെൻഡ് ചെയ്യാറില്ല. ബിക്കോസ് അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളതൊന്നും അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട്. അപ്പോൾ ആയുർവേദം ആണെങ്കിൽ ആയുർവേദം, അപ്പോൾ ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അലോപ്പതി ആണെങ്കിൽ ഒരു അലോപ്പതി ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുക്കാം. ഇത് ഏത് സിസ്റ്റത്തിൽ അണ്ടറിൽ വരുന്ന എന്ത് മരുന്നാന്ന് അറിയാതെ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പണ്ട് സയൻസ് ഒന്നും ഇത്ര അഡ്വാൻസ് ആവാത്ത സമയത്ത് നമ്മുടെ പൂർവികർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വെള്ളമാണ് അത് എന്നുള്ളതാണ് എനിക്കുള്ള കേട്ടറിവ്. അപ്പോൾ ബെറ്റർ നോട്ട് ടു ഗീവ്. വയറുവേദനയും ഗ്യാസും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ കുഞ്ഞു മക്കൾക്ക് യൂഷ്വലി ഒരു 6-7 മാസം വരെ അത് ഉണ്ടാവും. നന്നായിട്ട് ബേർപ്പ് ചെയ്യുക, തട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. തോളത്തിട്ട് എപ്പോഴും ഇങ്ങനെ കുറേ സ്പീഡിൽ തട്ടേണ്ട ആവശ്യമില്ല. ജെന്റിലായിട്ട് കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ഇവിടെ അമർന്നിരിക്കുന്ന പോലെ കുറച്ച് നേരം കുഞ്ഞിനെ അവിടെ കിടത്തിയാൽ തന്നെ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് കമിഴ്ത്തി കിടത്താം, മടിയിൽ കമിഴ്ത്തി കിടത്തിയിട്ട് ജെന്റിലായിട്ട് തട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ കമിഴ്ത്തി കിടത്താം. ടമ്മി ടൈം എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ടമ്മി ടൈം കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഗ്യാസ് നന്നായി കുറയും. പിന്നെ അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫീഡിങ് നമ്മൾ പറയില്ലേ, ഡബിൾ ബർപ്പിംഗ് എന്ന് പറയുന്ന പോലെ ഒരു സൈഡിലെ ബ്രസ്റ്റ് കൊടുത്തിട്ട് പതുക്കൊന്ന് തോളത്തിട്ട് ഗ്യാസ് കളഞ്ഞ ശേഷം മറ്റേ സൈഡിലെ ബ്രസ്റ്റ് കൊടുക്കുക. പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വാക്സിനേഷന് പോകുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കൊണ്ട് കുഞ്ഞിനെ പരിശോധിക്കുകയും കൂടിയും ചെയ്താൽ ആ ഡൗട്ട് അങ്ങ് മാറി. അപ്പോൾ അൺനെസസറി ആയിട്ട് ബാക്കി മരുന്നുകളൊന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു മദർ ചോദിച്ചിരിക്കുകയാണ് സൺസ്ക്രീൻ ഒരു 3.5 വയസ്സുള്ള കുട്ടിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാമോ വേണ്ടിയോ എന്നുള്ള കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് നല്ല വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബ്രാൻഡ് നിങ്ങൾക്ക് ഇതിലൂടെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, കെമിക്കൽ അല്ല. യൂഷ്വലി കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു 13 years ഒക്കെ അബോവ് ആണെങ്കിൽ നമുക്ക് കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതുവരെ നമ്മൾ ഫിസിക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ചില സൺസ്ക്രീൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്ന വാക്കർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. വാക്കറിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വാക്കർ നമ്മൾ ഒട്ടും അഡ്വൈസ് ചെയ്യാറില്ല, അതിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് പറയുന്നത്. അപ്പോൾ രണ്ടാണ്. ഒന്ന്, ആക്സിഡൻസ് ആർ മോർ കോമൺ. ആക്സിഡൻസ് ആണ് ഇതിൽ പോയിട്ട് കുഞ്ഞ് നമ്മളെന്തെങ്കിലും ചവിട്ടിയൊക്കെ ഇട്ടുണ്ടാവും, അതിൽ തടയും, സോഫയിലൊക്കെ തടഞ്ഞ് കുഞ്ഞുങ്ങൾ തലകുത്തി മറിഞ്ഞ് വീഴുന്ന ഭയങ്കര ഇഞ്ചുറീസ്, ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാക്കേഴ്സ് അത്ര അഡ്വൈസ് ചെയ്യാറില്ല. രണ്ടാമത്തത്, വാക്കറിൽ കുഞ്ഞിങ്ങനെ ഈ കാലിൻ്റെ അറ്റം വെച്ച് ഇങ്ങനെ തുഴഞ്ഞു പോവാണ്. നമുക്ക് ശരിക്കും നമ്മുടെ തൈ മസിൽസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ ശരിക്കും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെണീച്ച് അങ്ങനെ കാലെടുത്ത് വെച്ച് മാനുവലായിട്ട് വോക്ക് ചെയ്തിട്ട് തന്നെ വേണം. അപ്പോൾ ബെറ്റർ ടു അവോയ്ഡ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ വേറെ ആരുമില്ല, കുറച്ച് നേരം കുഞ്ഞിനെ അതിലിരുത്തണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂപ്പർവൈസ്ഡ് ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാറുള്ളത് കേട്ടോ. പിന്നെ
അടുത്തൊരു ഡൗട്ടാണ്, 40 ദിവസമായ കുട്ടിക്ക് തലയണ വെക്കാമോ വേണ്ടിയോ എന്ന്. തലയണയുടെ യാതൊരുവിധ ആവശ്യമില്ല. കുഞ്ഞിൻ്റെ നെക്ക് വല്ലാണ്ട് ഫ്ലക്സ് ആവുമ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി വരും. വായിലിപ്പോൾ പാലൊക്കെ കെട്ടിക്കിടന്ന് അത് പെട്ടെന്ന് തരിപ്പിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഈ കാര്യങ്ങളൊക്കെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.